യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ബൈബിളിന്റെ ശ്രേഷ്ഠതയെ വ്യക്തമാക്കാൻ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ള 5 വിധ ഉപമാന ചിത്രങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ ഉപമാന ചിത്രം ഇത് ഭക്ഷിക്കാൻ കഴിയുന്ന ഒരാഹാരമാണ് എന്നുള്ളതാണ്. തിരുവെഴുത്ത് ഭക്ഷിച്ച 3 വിശുദ്ധന്മാരെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. ഒന്ന് ഇരമ്യാപ്രവചനം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അത് എനിക്ക് സന്തോഷവും ഹൃദയത്തിന് ആനന്ദവുമായി. പുറമേ ഉള്ള സന്തോഷമല്ല, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. വെറുതെയുള്ള പാരായണത്തിൽ നമുക്ക് ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാകില്ല. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന ആ വലിയ സമർപ്പണത്തോടെ നാം ഇത് വായിക്കുമ്പോഴാണ് ഇതിലെ ആത്മീയമായ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും അത് മുഖാന്തരം സന്തോഷവും ആനന്ദവും നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. ദൈവം ഒരിക്കൽ യെഹസ്കേലിനോട് പറയുകയുണ്ടായി. യെഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്ക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി നിന്റെ ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന്. ദൈവത്തിന്റെ വചനം അവിടെ വായിക്കുന്നത് തേൻ പോലെ മധുരമായിരുന്നു. ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയവയാണ്. അടിയനും അവയാൽ പ്രബോധനം ലഭിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. യെശയ്യാപ്രവചനം 55-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, വന്ന് വാങ്ങി തിന്നുവീൻ, നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചിലവിടുന്നത് എന്തിന്? എന്റെ വചനം ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ, പുഷ്ടിഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. ഇനി തിരുവെഴുത്ത് ഭക്ഷിച്ച ഒരു വ്യക്തിയെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. പഴയ നിയമത്തിൽ യിരെമ്യാവിനോടും യെഹസ്കേലിനോടും ദൈവം പറഞ്ഞതുപോലെ യോഹന്നാൻ അപ്പോസ്തലനോടും പറയുകയാണ്, അത് ചെന്ന് നീ വാങ്ങിച്ച് ഭക്ഷിക്കാൻ. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം, ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കഴിപ്പിക്കും, അത് വായിൽ തേൻ പോലെ മധുരിക്കും. മനുഷ്യൻ ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കുന്നു. ഭൗതികമായ ഒരു ജീവൻ ഉള്ളതുപോലെ തന്നെ മനുഷ്യന് ആത്മീകമായ ഒരു ജീവനുണ്ട്. യേശു 40 ദിവസം ഉപവസിച്ചു, അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ അതേ പദം കുറിക്കൊള്ളണം. എന്നിട്ട് പറഞ്ഞു, നീ വളരെ വിശന്ന് ക്ഷീണിച്ചിരിക്കല്ലേ, ഈ കല്ല് അപ്പമാക്കി അങ്ങ് ഭക്ഷിക്കുക. കേൾക്കുമ്പോ അവന്റെ ഒരു സഹതാപം എന്നൊക്കെ നമുക്ക് തോന്നും. വിശന്നിരിക്കുന്ന ആൾ ആഹാരം കഴിക്കണമെന്ന് പറയുന്നത് ഏതാണ്ട് തെറ്റാണോ? അവന് ഇത്ര സഹതാപം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. പിശാചു പറയുന്നതനുസരിച്ച് ചാഞ്ചാടാൻ നടക്കുന്നവനല്ലേ യേശു. മത്തായി സുവിശേഷം 4:4 കർത്താവ് എന്താ പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. മത്തായി സുവിശേഷം 4:4 ആ വാക്യം കർത്താവ് അരുളി ചെയ്യുമ്പോൾ അത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം കർത്താവോട് എടുത്തുദ്ധരിക്കുകയായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. വചനം നമ്മെ ജീവിപ്പിക്കും. വചനം ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ വചനത്തെ ബൈബിളിൽ 2 ദൃഷ്ടാന്തങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് തേൻ. 19-ാം സങ്കീർത്തനം 10-ാം വാക്യം, തേനിലും തേൻകട്ടയിലും മധുരമേറിയവ. 119-ാം സങ്കീർത്തനം 103-ാം വാക്യം, തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയവ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വിശേഷണം പറയുകയാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. 1 ശമൂവേൽ 14:29. ഞാൻ ഈ തേന് അല്പം ആസ്വദിക്കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ. തിരുവചനത്തെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. 2, അത് പാലുപോലെയാണ്. 1 പത്രോസ് 2:1-2 വാക്യം, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനത്തിനകത്ത് മായമില്ല. ഇതിലാരും മായം കലർത്തുകയും ചെയ്യരുത്. സദൃശവാക്യം 30:6, നീ അവന്റെ വചനത്തോടൊന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാവാനിടവരരുത്. വചനത്തിലോടൊന്നും കൂട്ടരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല. ആരെങ്കിലും ഈ വചനത്തോട് വല്ലതും കൂട്ടിയാൽ വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലും അവനുള്ള അവകാശം നഷ്ടമാകും. വചനം മായമില്ലാത്തതാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് ക്രിസ്തുവിൽ ശിശുക്കളോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. പാല് ഒരു സമീകൃതമായ ആഹാരമാണ്. തിരുവചനത്തിന്റെ 2ാമത്തെ ഉപമാന ചിത്രം, ഇത് തീ പോലെയും ചുറ്റിക പോലെയും പ്രവർത്തിക്കുമെന്നുള്ളതാണ്. യിരെമ്യാപ്രവചനം 28-ാം അധ്യായം 29-ാമത്തെ വാക്യം, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന്റെ വചനം എങ്ങനെയാ പ്രവർത്തനക്ഷമമായിരിക്കുന്നത്? അത് തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും പ്രവർത്തിക്കുകയാണ്. തിരുവെഴുത്ത് തീയായി വെളിപ്പെടും. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് വാടിയ മുഖത്തോടുകൂടെ നടന്നുപോയ ആ 2 ശിഷ്യന്മാരോട് ചേർന്ന് യേശു നടന്നു. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞ് കർത്താവ് മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും അവർക്ക് വിവരിച്ചു കൊടുത്തു. കർത്താവിനെ തിരിച്ചറിയാതോണം ആദ്യം അവരുടെ കണ്ണ് നിരോധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ അപ്പം നുറുക്കി നൽകിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. ആ നാഴികയിൽ അവർ യെരൂശലേമിലേക്ക് മഹാസന്തോഷത്തോടെ മടങ്ങി വന്നു. അവര് പറയുന്ന ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, അവൻ വഴിയിൽ വെച്ച് നമ്മോട് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളം നമ്മിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? കർത്താവ് വചനം തെളിയിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു വലിയ കാത്തലുണ്ടാകും. ലോകത്തിലെ ഒരു പുസ്തകവും വായിച്ചാൽ മനുഷ്യൻ ഈ നിലയിൽ മാനസാന്തരം ഉണ്ടാവുകയില്ല. ഞാൻ നിരീശ്വരവാദിയായതുകൊണ്ടാണ് എന്റെ മദ്യപാനം നിർത്തിയതെന്ന് ആരും സാക്ഷ്യം പറയാറില്ല. പക്ഷെ ബൈബിൾ വായിച്ചതുകൊണ്ട്, യേശുവിനെ കണ്ടെത്തിയത് കൊണ്ട് എന്റെ ജീവിതത്തിൽ രൂപാന്തരം വന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യത്തില് യിരെമ്യാവ് തന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ ഇനി അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ
തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ കത്തിക്കാൻ എന്ന് പറയുമ്പോ ദഹിപ്പിച്ചു കളയുക എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളിൽ വലിയ രൂപാന്തരം വരുത്താൻ, ശുദ്ധീകരണം വരുത്താൻ, പരിവർത്തനം വരുത്താൻ പ്രാപ്തിയുള്ളത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമാണ്. സറാബുകളിൽ ഒരുവൻ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ കൊണ്ടുവന്ന് അവന്റെ നാവിന് തൊടുവിച്ചു. ഇത് നിന്റെ അധരത്തെ തൊട്ടതിനാൽ അശുദ്ധി നീങ്ങി ശുദ്ധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 39-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദാവീദ് തന്റെ അനുഭവം പറയുന്നുണ്ട്. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. എന്റെ ഹൃദയത്തിൽ ചൂടുപിടിച്ചു, എന്റെ അകത്ത് തീ കത്തി. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ഇരിക്കുന്നു. ചുറ്റികയുടെ ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയേ. ചുറ്റിക എന്ത് ചെയ്യുന്നു? പാറയെ അത് പൊടിക്കും. മണ്ണുണ്ടാകുന്നത് എങ്ങനെയാണ്? പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുമ്പോൾ ദൈവജനമാകുന്ന ചുറ്റിക കൊണ്ട് ആ ഹൃദയത്തെ അടിച്ചുടച്ചു കഴിയുമ്പോൾ വചനമാകുന്ന വിത്ത് വിതയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഹൃദയം നല്ല നിലങ്ങളായി രൂപാന്തരപ്പെടും. ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. ചുറ്റികയുടെ വേറൊരു ഉപയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ശില്പികളൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കും. ആട്ടുകല്ലായിക്കോട്ടെ, പഴയകാലത്തെ അരകല്ലായിക്കോട്ടെ, ഉരളായിക്കോട്ടെ, അല്ല പ്രതിമകളായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു വലിയ കല്ല് എടുത്തിട്ട് ആ ശില്പി അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? പറഞ്ഞേ, ചെറിയ 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 കൊത്തിപ്പൊട്ടിച്ച് ഇങ്ങനെ പണി ചെയ്യും. ഇയാളെന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവൂല. അപ്പൊ നല്ല ശില്പിയുടെ കയ്യിൽ ഒരു ഉളിയും ചുറ്റികയും കിട്ടിയാൽ രൂപമില്ലാത്ത ഒന്നിനെ രൂപപ്പെടുത്താൻ ചുറ്റിക ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ഒരു രൂപവുമില്ലാത്തതായിരുന്നേക്കാം, എന്നാൽ അതിനെ രൂപമുള്ളതാക്കാൻ, സൗന്ദര്യമുള്ളതാക്കി മാറ്റാൻ കരുത്തുള്ള ഒന്ന് ദൈവത്തിന്റെ വചനം മാത്രമാണ്. പരിവർത്തനത്തിന്റെ ദൂതുകളാണ് നൽകുന്നത്. മനുഷ്യരെ സമൂഹത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുന്ന മാനസാന്തരത്തിന്റെ ദൂതുകളാണ് ഇവിടെ നൽകുന്നത്. എന്തുകൊണ്ട് ജനം മാനസാന്തരപ്പെടുന്നു? ഇവിടെ പ്രത്യേകമായ സ്വാധീനപ്പെടുത്തുന്ന യാതൊരു ഘടകവുമില്ല. ദൈവത്തിന്റെ വചനം നിർമ്മലമായി പ്രസംഗിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കുകയാണ്. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുത്തില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം, അയച്ച കാര്യം സാധിപ്പിക്കും. വചനം അതിവേഗം ഓടുന്നതാണ്. മൈലുകൾക്കപ്പുറത്തേക്ക്, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് അവൻ ദൈവവചനത്തിന് ബന്ധനമില്ല. അവൻ തന്നെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കുകയാണ്. ദൈവവചനത്തിന്റെ 3-ാമത്തെ ഉപമാനം വഴിയിൽ നമുക്ക് വെളിച്ചം തരുന്നു എന്നുള്ളതാണ്. 119-ാം സങ്കീർത്തനം 105-ാമത് വചനം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വചനം എങ്ങനെയാണ് വെളിച്ചമായി തീരുന്നത്? ഇരുട്ടത്ത് വഴി കാണിക്കുന്നതാണ് വെളിച്ചം. ഇയ്യോബിന്റെ പുസ്തകം 29-ന്റെ 3-ാമത് വാക്യം നോക്കിയാട്ടെ. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. നിന്റെ വചനം എനിക്ക് വെളിച്ചമാണ്. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 43-ാം സങ്കീർത്തനം 3-ാമത് വചനം. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം നമ്മെ വിശുദ്ധ പർവ്വതത്തോളം എത്തിക്കുന്നതാണ്. മരുഭൂമിയിൽ ചൂരച്ചെടികളുടെ തണലിൽ മരണം കാത്തുകിടന്ന ഏലിയാവിന് ദൈവം തുരുത്തിയിൽ വെള്ളവും ചൂടടയും കൊടുത്തു. അത് തിന്ന് ജീവൻ പ്രാപിച്ചിട്ട് അവൻ നടന്നു. 40 രാവും പകലും നടന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം അവൻ നടന്നുപോയി. പിശാചിനെ കുറിച്ച് പറയുന്നത് ഇരുട്ടിന്റെ ലോകാധിപതി, അന്ധകാരത്തിന്റെ ലോകാധിപതി.
ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. പിശാചിന്റെ ആ ഇരുട്ടിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ജയിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. യേശു പിശാചിനെ ജയിച്ചത് എങ്ങനെയാ? ദൈവത്തിന്റെ വചനത്താലാണ്. ബൈബിളിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. പൊടുന്നനവെ വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിൽ വളരെ മാർമികങ്ങളായ അർത്ഥങ്ങളുള്ള പ്രവചനങ്ങളുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് 2 പത്രോസ് 1:19 പ്രവചനവാക്യവും അധിക സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഏതിന് പ്രവചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടാൽ നല്ലത്. കാരണം ഈ തിരുവെഴുത്തിലെ പ്രവചനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ ആകുന്നു. വചനത്തിന്റെ 4ാമത്തെ ഉപമാനം അത് മൂർച്ചയേറിയ വാളാണ് എന്നുള്ളതാണ്. വാളിന്റെ പ്രത്യേകത എന്താ? വിഘാതമായിരിക്കുന്ന എന്തിനേയും വെട്ടിക്കളയുന്നതാണ്. ദൈവപ്രവർത്തിക്ക് തടസ്സമായിരിക്കുന്ന ചില രംഗങ്ങളെ വെട്ടിക്കളയാൻ വചനമാകുന്ന വാളിനെ ദൈവം ഉപയോഗിക്കും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. 15-ാമത്തെ വാക്യം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവന് ദൈവവചനം എന്ന് പേർ. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. ആരുടെ കാര്യമാണ് പറയുന്നത്? യേശുവിന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. ജാതികളെ വെട്ടുവാൻ ദൈവത്തിന്റെ വചനം മൂർച്ചയേറിയ വാളാണ്. എബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് കടന്നു ചെല്ലുന്ന മേഖലകൾ കേൾക്കണമോ? പുറമെ മാത്രമല്ല, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ഞാതവ ശരീരത്തെയും വേർവിടുവിക്കുന്നവരെയും തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും പോലും വിവേചിക്കുന്നതാണ് എക്സ്റേയിൽ തെളിയാത്ത ചില കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തെളിയിക്കാൻ MRI സ്കാൻ എടുക്കും. എക്സ്റേയിൽ തെളിയുന്നത് ചിലപ്പം വല്ല യെല്ലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്തുള്ള ഞരമ്പുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ MRI സ്കാൻ എടുക്കണം. പക്ഷെ ഒരുത്തൻ ഉള്ളിന്റെ ഉള്ളിൽ രഹസ്യമായി വെച്ചേക്കുന്ന രഹസ്യത്തെ പുറത്തു കൊണ്ടുവരുന്ന ഏത് സ്കാനിങ്ങാ ഉള്ളത്? ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും പുറത്തു കൊണ്ടുവരുന്ന ഒന്ന് ദൈവത്തിന്റെ വചനമാണ്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രമാകുന്ന കർത്താവ് ആകാശമേഘങ്ങളിൽ വെളിപ്പെടുന്നതുവരെയും ഇരുട്ടിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ കരുതുന്ന ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എഫെസ്യ ലേഖനം 6:17 വായിക്കുന്നു, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ഞാൻ വേദപുസ്തകത്തിൽ ഒരു ചെറിയ കാര്യം പറയാൻ പോവുക. വചനമാകുന്ന വാളിന്റെ ശക്തി. വെളിപ്പാട് 2:16 ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവ് ഒരു സഭയിൽ വന്നിട്ട് പറയുകയാണ്, ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലർ അവിടെ നിനക്കുണ്ട്. മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ബിലിയാം ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വേണ്ടി വന്നില്ലേ? ആ യാത്ര ദൈവഹിതമായിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതൻ വാളുമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ദൈവദാസന്റെ യാത്രയ്ക്ക് വിരോധമായി ഒരു ദൈവത്തിന്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് മുമ്പിൽ വന്നിരിക്കുന്നു. ഈ ദൂതനെ പ്രവാചകന് കാണാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ പറയുന്നുണ്ട്, കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്നവൻ പ്രവചിക്കുന്നെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷെ കണ്ണു തുറന്നിരുന്നിട്ട് പോലും പുള്ളി മുമ്പിൽ നിൽക്കുന്ന ദൂതനെ കണ്ടില്ല. കാരണം എന്താണ്? സമ്മാനം മനുഷ്യന്റെ കണ്ണുകളെ കുരുട്ടാക്കുന്നു എന്നാണ് തിരുവചനം. ബാലാക്കിന്റെ സമ്മാനത്തിൽ മയങ്ങിപ്പോയവന്റെ ആത്മികമായ കാഴ്ച നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മുമ്പിൽ വാളുമായി നിൽക്കുന്ന ദൂതനെ കാണാൻ അവന് കഴിഞ്ഞില്ല. പക്ഷെ പ്രവാചകൻ യാത്ര ചെയ്യുന്ന കഴുത അത് കണ്ടു. കഴുത ഈ ദൂതനെ കണ്ടിട്ട് പേടിച്ച് എന്ത് ചെയ്തെന്നറിയാമോ?
സൈഡിലോട്ട് മാറിപ്പോയി. ഉടനെ അതിനെ അടിച്ചു. പിന്നെയും ഒരു ഇടവഴി കൂടെ പോകുമ്പോ ദൂതൻ പിന്നെയും വന്ന് മുമ്പിൽ നിന്നു. ഇടവഴി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുന്നില്ല. ദൂതനെ കണ്ടിട്ട ഈ കഴുത ഒരു ഭിത്തിയോട് ചേർന്ന് പോയി. ഉടനെ ബിലിയാമിന്റെ കാല് ആ മതിലിനോട് ചേർത്ത് ഞെരുക്കി. കാല് വേദന എടുത്തപ്പോ താന് കയ്യിലിരുന്ന വടി കൊണ്ട് ഈ കഴുത അടിച്ചു. ഉടനെ ഈ കഴുത അവിടെ അങ്ങ് വീണു. ദൈവം അപ്പോഴത്തേക്ക് ഈ കഴുതയ്ക്കൊരു കൃപ നൽകി. കഴുതയ്ക്ക് ഒരല്പ നേരത്തേക്ക് സംസാരിക്കാനുള്ള ശേഷി നൽകി. കഴുത ചോദിച്ചു, ഇത്രയും നാൾ നീ എന്റെ പുറത്തല്ലേ യാത്ര ചെയ്ത്? ഇന്ന് വരെ ഞാൻ എപ്പോഴെങ്കിലും അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? എന്നിട്ട് നീ എന്നെ എന്താ അടിക്കുന്നത്? ഉടനെ ഈ ബിലിയാം എന്നാ പറഞ്ഞെന്നറിയോ? എന്റെ കയ്യിൽ വടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാ അടിച്ച്. അവിടെ ഒരു വചനമുണ്ട്, ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകം 22:29. ബിലിയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു. ഞാൻ ആ വാളിനെ കുറിച്ചൊന്ന് പറയാൻ പോവാ. എന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാന് കൊന്നുകളയുമായിരുന്നു. ബിലിയാം കഴുതയോട് പറഞ്ഞ വാക്കാ. എന്റെ കയ്യിൽ വടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അടിച്ചത്. എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ. ഈ ബിലിയാം മരിച്ചത് എങ്ങനെയാ? ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേത് പോലെ ആകട്ടെ എന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും അവൻ മരിച്ചത് വാളുകൊണ്ടാണ്. രാജാക്കന്മാരെ കൊന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഒന്ന് വായിക്കണേ, സംഖ്യാപുസ്തകം 31:8. നിഹിതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേക്കം, സൂർ, ഹൂർ, രേഖ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിന്റെ മകനായ ബിലിയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. 5 രാജാക്കന്മാരെ കൊന്നു. പക്ഷെ അവരെ എങ്ങനെയാ കൊന്നേന്ന് പറഞ്ഞില്ല. പക്ഷെ ബിലിയാമിന്റെ കാര്യം പറഞ്ഞപ്പോ എടുത്തു പറഞ്ഞു, അവനെ വാളുകൊണ്ടാണ് കൊന്നത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് വന്നാട്ടെ. യോശുവ 13:22. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലിയാം എന്ന പ്രശ്നക്കാരനെയും കൊന്നു എന്നല്ല, വാൾ കൊണ്ട് കൊന്നു. ആ കഴുതയോട് എന്താ പറഞ്ഞത്? എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നേ കൊല്ലുമായിരുന്നു. ഒരു വാളുകൊണ്ടാണ് അവനെ കൊന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം പറയാണ്, ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലരവിടെ ഉണ്ട്. മാനസാന്തരപ്പെടാൻ പറയുക, അല്ല ഞാൻ എന്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. അത് ജനിപ്പിക്കുന്ന വിത്താണ്. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല, കാണാനും കഴിയത്തില്ല. യാക്കോബ് 1:18. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്നെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 4:15. ക്രിസ്തുവിൽ നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചിരിക്കുന്നത്. 1 പത്രോസ് 5:13. പത്രോസ് മർക്കോസിനെ കുറിച്ച് പറയുകയാണ്, എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. മർക്കോസിന്റെ അപ്പൻ പത്രോസ് അല്ല, പത്രോസിന്റെ മകനല്ല മർക്കോസ്. പിന്നെ എനിക്ക് മകൻ എന്ന് പറഞ്ഞത് എങ്ങനെയാ? പത്രോസിനോട് കർത്താവ് ഭാവികാലം സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു വചനം പറഞ്ഞു, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ അതിന്റെ ഒരർത്ഥം പറയാം. അവൻ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കർത്താവിനെ വിട്ടുപോയവനാണ്. പക്ഷെ യേശുവിനോട് പറഞ്ഞു, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ഇവർ കർത്താവിനെ ഇട്ടിട്ട് പോയതുപോലെ ഗെത്സമനാ തോട്ടത്തിൽ വെച്ച് കർത്താവിനെ ഇട്ടിട്ട് പോയവനാണ് മർക്കോസ്. അവന്റെ മേലുള്ള കമ്മീഷനിങ്, ആ നിയോഗം അവൻ ഓർത്തു. എന്താ? നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം
സഹോദരന്മാരെ, ഉറപ്പിച്ചുകൊള്ളുക. സകല നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ദൈവമെന്നാണ് 1 പത്രോസ് 5:10 നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത്. അവൻ തിരിഞ്ഞു വന്ന ശേഷം സഹോദരന്മാരെ ഉറപ്പിച്ചു. അവനെ പോലെ കർത്താവിനെ വിട്ടുപോയ ഒരുവനാണ് മർക്കോസ്. പോയവൻ പോട്ടെ എന്ന് വെച്ചില്ല, അവനെ തേടി അവന്റെ വീട്ടിൽ പോയി. പിന്നെ യോഗങ്ങൾ വെച്ചു. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ വീട്ടിൽ ചെന്നൊക്കെ വായിക്കുന്നില്ലേ? ആ മർക്കോസിനോട് സുവിശേഷം പറഞ്ഞത് അവനെ പിന്നെയും കൃപയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് പത്രോസാണ്. അതുകൊണ്ടാണ് ആത്മീയ പിതൃത്വം വെച്ചാണ് പറയുന്നത്, എനിക്ക് മകനായ മർക്കോസ് നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഫിലോമോന്റെ ലേഖനം 9-10 വാക്യങ്ങൾ. റോമിലുണ്ടായിരുന്ന ഒരു മുതലാളിയായിരുന്നു ഫിലോമോൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ അടിമയായി നിന്ന ഒനേസിമോസ് എന്ന ഒരു അടിമ ഒരു ദിവസം മുതലാളിയുടെ കണ്ണു വെട്ടിച്ച് കുറെ പണം അപഹരിച്ചുകൊണ്ട് അവിടെ നിന്ന് അവൻ ഓടിപ്പോയി. അവൻ റോമിൽ ചെന്നു. ഈ പൈസ കൊണ്ട് ഇവൻ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുകയാണ്. പണം വെറുതെ വാരി കോരി ചെലവഴിച്ച് ജീവിക്കുമ്പോൾ അവനെ പോലീസ് പിടിച്ച് അവനെ ജയിലിലിട്ടു. ഭാഗ്യവശാൽ ഇവൻ ചെന്ന് വീണത് സുവിശേഷ നിമിത്തം ബദ്ധനസ്ഥനായി കിടക്കുന്ന പൗലോസിന്റെ അടുക്കലായിരുന്നു. പൗലോസിനൊരു പ്രശ്നമുണ്ട്. ആരെ കണ്ടാലും എന്തോ ഉണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ മതി, മിണ്ടിപ്പോയാ പുള്ളി സുവിശേഷം പറയും. പൗലോസ് പറയുന്നേക്കണം, എനിക്ക് ഈ ഭവിച്ചത് ഏതാ ചങ്ങല, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അകമ്പടി പട്ടാളത്തിനൊക്കെയും യേശുവിനെ കുറിച്ച് അറിയാൻ അത് കാരണമായി. പൗലോസ് സുവിശേഷ നിമിത്തം ബന്ധനസ്ഥനായി ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി കർത്താവിന് വേണ്ടി ജയിലിൽ കിടക്കുമ്പോ അവന്റെ അടുക്കൽ വേറൊരു പ്രതി വന്നു, ഒനേസിമോസ്. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അവനെ ജയിലിൽ ഇറക്കി വിട്ടു. പക്ഷെ അവൻ പോകത്തില്ല, അവനോട് ഇന്ന് കരയുക. പൗലോസ് ചോദിച്ചു, എന്താ നീ പോകാത്തത്? അവൻ പറഞ്ഞു, ഞാൻ വേറെ എങ്ങും പോകുന്നില്ല, ഞാൻ മടങ്ങിപ്പോവുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഫിലോമോന്റെ അടുക്കിലേക്ക് തന്നെ, എന്റെ മുതലാളിയുടെ അടുക്കിലേക്ക് പോകണം. അത് പോയിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഒത്തിരി പൈസ മോഷ്ടിച്ചുകൊണ്ട് വന്നു, കൊടുക്കാൻ എന്റെ പക്കൽ പണമില്ല. പൗലോസ് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് സുവിശേഷം പറഞ്ഞ് നീ രക്ഷിക്കപ്പെട്ടതുപോലെ ഞാൻ ഈ ജയിലിൽ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി കോട്ടേജ് മീറ്റിംഗ് നടത്തുമായിരുന്നു. അവരുടെ വീട്ടിലൊരു സഭയുണ്ട്. അവരോട് സുവിശേഷം പറഞ്ഞത്, അവരെ കർത്താവിലേക്ക് നയിച്ചത് ഞാനാണ്. ഞാനൊരു ശുപാർശക്കത്ത് എഴുതിത്തരാം. മുതൽ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ മോഷ്ടാവിന് വേണ്ടി പൗലോസ് എഴുതിക്കൊടുത്ത ആ ശുപാർശക്കത്താണ് ബൈബിളിലെ ഫിലോമോന്റെ ലേഖനം. അതിനകത്ത് പറയാണ്, അവൻ വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക, വയസ്സനായ ഞാൻ തന്നു തീർത്തുകൊള്ളാം. മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോഴോ അവൻ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ. ഞാൻ ജയിലിലിരിക്കുമ്പോൾ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. ജയിലിൽ വെച്ച് ജനിപ്പിച്ചു. ദൈവത്തിന്റെ വചനം വീണ്ടും ജനിപ്പിക്കുന്നത്. ഈ വചനം വായിക്കുമ്പോ തേനിലും തേൻകട്ടയിലും മധുരമേറിയതാണ്. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.